വാട്സ്ആപ്പ് യൂട്യൂബ് ഡാംബോ ഹിയർ. ജിമ്മിൽ പോയിട്ടിപ്പോൾ 2 ആഴ്ചയിൽ മുകളിൽ എന്തായി. തലവേദന വന്ന കാരണം എൻ്റെ ഷെഡ്യൂൾ മൊത്തം ഫുള്ള് നാശമായി. ജിമ്മിൽ പോയിട്ടില്ല, പ്രോപ്പർ പ്രോട്ടീൻ ഇൻടേക്ക് ഇല്ല, പ്രോട്ടീൻ പൗഡറൊക്കെ കലക്കി കുടിച്ചിട്ട് അത്രത്തോളമായി. ഞാൻ ജിമ്മിൽ പോകുന്ന ദിവസങ്ങളിൽ മാത്രമേ പ്രോട്ടീൻ ഞാൻ കലക്കി കുടിക്കാറുള്ളൂ. എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും പ്രോട്ടീനൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. 2 ആഴ്ചയായിട്ട് പ്രോട്ടീൻ എടുക്കുന്നില്ല, ക്രയാറ്റിൻ എടുക്കുന്നില്ല, മൊത്തത്തിൽ എല്ലാം കുളമായി. ഇനി ഞങ്ങളുടെ പുതിയ ഫ്ലാറ്റിൻ്റെ അടുത്ത് ജിമ്മുണ്ട്. ഇവിടെ അപ്പച്ചിയുടെ വീടിൻ്റെ അടുത്ത് ജിമ്മ് ഇല്ല, കളട്ടില്ല. ഒരു 2 കിലോമീറ്റർ പോകണം. ഞാൻ വൈകിട്ട് അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് കുറച്ചധികം ക്ഷീണിക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ അപ്പുറത്ത് മുടിഞ്ഞ ട്രാഫിക്കുമാണ്. അതിൻ്റെ ഇടയ്ക്ക് ജിമ്മിലൊക്കെ പോകാൻ അധികം മെനക്കേടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പോകാത്തത്. പിന്നെ ഹോം വർക്കൗട്ട് ഉള്ളപ്പോൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പുഷപ്പ് എടുക്കാൻ കുറച്ച് സീനുണ്ട്. പുഷപ്പ് എടുക്കാൻ ഞാൻ ശ്രമിച്ചായിരുന്നു, പക്ഷേ സ്കേറ്റ് ചെയ്യാൻ പോയിട്ട് ഈ കൈയിടിച്ച് വീണ് ഈ കൈയുടെ എന്താ പറയുക, കൈയുടെ ഈ ഭാഗത്ത് നല്ല വേദനയുണ്ട്. പുഷപ്പ് എടുക്കാൻ പറ്റുന്നില്ല. പറ്റുകയാണെങ്കിൽ അത് ചെയ്താൽ മതിയായിരുന്നു. അത്യാവശ്യം പമ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അതൊക്കെ മതിയായിരുന്നു. എന്തായാലും ഉടനെ ബാക്ക് ടു ട്രാക്ക് ആവണം, അല്ലാതെ പറ്റില്ല, ശരിയാവില്ല. ഫിൽറ്റർ കോഫി വിത്ത് ഗാലക്സി. ഞാനിപ്പോൾ ഡെയിലി കുറേ ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്. കഫറ്റീരിയയിൽ കുറേ ചോക്ലേറ്റ്സ് കിട്ടും. കിറ്റ്കാറ്റ്, മഞ്ച് മാക്സ്, ബൗണ്ടി. കിറ്റ്കാറ്റ് തന്നെ പല സൈസിലുള്ളതുണ്ട്. വീതി കൂടിയത്, വീതി കുറഞ്ഞത്, നീളം കൂടിയത്, സ്റ്റിക്കേഴ്സ് വലുത്, ചെറുത്, പിന്നെ ഗാലക്സി ഒറ്റ ഒരെണ്ണമുള്ളൂ കേട്ടോ, 20-ന്റെ. എൻ്റെ ഇപ്പോഴത്തെ പണി എന്ന് പറഞ്ഞാൽ വരിക, കോഫി വാങ്ങുക, അതിൻ്റെ കൂടെ ഇതുപോലെ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് വാങ്ങി എൻ്റെ കൂടെ കഴിക്കുക. നെസ്ലെ ക്ലാസിക് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. എനിക്ക് ഇപ്പോൾ ഇതുവരെ കഴിച്ചതിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നെസ്ലെ ക്ലാസിക്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കഴിക്കും. ഇന്നിപ്പോൾ ഗാലക്സി ട്രൈ ചെയ്യട്ടെ. ഞാൻ എന്തെങ്കിലും സാധനം കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊരു റൂട്ടീനാക്കി മാറ്റുന്നുണ്ട്. നേരത്തെ മോമോസ് ആയിരുന്നു, ഒരു ദിവസം കഴിച്ചു, പിന്നെ ഒറ്റ ദിവസം പോലും മുടക്കിയിട്ടില്ല. ഡെയിലി മോമോസ്. പിന്നെ അതിപ്പം നിർത്തി. ഇപ്പം ഇത് തുടങ്ങിയിട്ടുണ്ട്, ചോക്ലേറ്റ്. ഡെയിലി ചോക്ലേറ്റ് കഴിക്കുക. ഇന്നിവിടെ അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ. ഇന്ന് ശിവരാത്രിയാണ് ചേച്ചി, ഞാൻ അക്കാര്യം മറന്നുപോയി. ഇപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ ഫുൾ ടൈം അമ്പലത്തിൽ ഇരിക്കേണ്ട ഞാനാണ് ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂർ തെരുവുകളിൽ വ്ലോഗ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. നാട്ടിലല്ലാത്തതുകൊണ്ട് അക്കാര്യം ഞാൻ മറന്നുപോയി ഇന്ന് ശിവരാത്രിയാണെന്നുള്ളത്. മൊത്തത്തിൽ കലണ്ടറിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. നാളെ ശനിയാഴ്ചയാണ്, കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ നാളെ മാമൻ്റെ കൂടെ മാമ വർക്ക് ചെയ്യുന്ന സ്ഥലം വരെ പോകണം. അവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടൊന്ന് ചെല്ലാമെന്ന് ചോദിച്ചു. ഞാൻ ചെല്ലാം എന്ന് പറഞ്ഞു. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഞാൻ ഉറക്കം വരുന്നുണ്ട്, നാളെ കാണാം. ഹലോ ഗൈസ്, രാവിലെ തന്നെ മാമനിവിടെ വർക്ക്ഷോപ്പിൽ വിളിച്ചുകൊണ്ട് വന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ മെഷീൻസിൻ്റെ ഒക്കെ പാർട്ട് കട്ട് ചെയ്യുന്ന എന്തോ പരിപാടിയാണ്. പ്രൊസൈസ് കട്ടിങ് സംഭവം. ഇതുപോലെ തന്നെ പരിപാടികൾ ചെയ്യുന്ന വേറെ കുറേ ഷോപ്പുകളുണ്ട്. മെക്കാനിക്കൽ പാർട്സ്. അപ്പോൾ ഇവിടെ കുറച്ച് എക്സലിൻ്റെ ഒക്കെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ബില്ലൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എന്നെ രാവിലെ മാമൻ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ ഇനി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉച്ചയായി. നല്ല വിശപ്പുണ്ട്, വീട്ടിൽ പോയിട്ട് വല്ലതും കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് പുതിയ റൂം വൃത്തിയാക്കാൻ പോകണം. വൃത്തിയാക്കാനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പോകാനുണ്ട്. ഫുഡ് കഴിച്ചിട്ട് അതിന് പോവാം. ഗൈസ്, ഞാൻ എൻ്റെ റൂം തുറന്നകത്ത് കയറിയപ്പോൾ ഹമ്രാസിക്ക നിലത്ത് കിടന്നിട്ട് നടുവേദനയായിട്ട് തിരിഞ്ഞും മറിഞ്ഞും കുനിഞ്ഞ് കളിക്കുന്നു. പിന്നെ എൻ്റെ സാധനങ്ങളെല്ലാം ഈ മൂലയ്ക്ക് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഞാനിവിടെ താമസമാക്കിയിട്ട് വേണം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറേ പുതിയ ബുക്കുകൾ കണ്ടു. അത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള റൂമിലെ ആൾക്കാർ താമസം മാറിപ്പോയപ്പോൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ കുറേ ബുക്കുകളാണ്. സമയം കിട്ടുമെങ്കിൽ വായിക്കണം. എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരുപാട് ബുക്കുകളുണ്ട്. ഇത് വായിക്കാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും വായിക്കാൻ ഞാൻ ശ്രമിക്കാം. ദൈവന്മാരിവിടെ വൈഫൈയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ACT എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വൈഫൈയാണ് വെച്ചേക്കുന്നത്. പിന്നെ റൂം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ ദൈവന്മാരെല്ലാം കൂടെ റൂം ഓൾറെഡി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പുതിയ വാട്ടർ ക്യാനൊക്കെ ഓർഡർ ചെയ്തു, വാട്ടർ ക്യാനൊക്കെ സെറ്റാക്കി. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഗൈസ്, ഹമ്രാസിക്കേൻ്റെ നിക്കർ അടിച്ച് മാറ്റിയിട്ടിട്ടുണ്ട്. അതും നേരെ ചൊവ്വയല്ല, തലതിരിച്ച നിക്കർ ഇട്ടേക്കുന്നത്. ബ്ലഡി ഫുൾ തലതിരിച്ച നിക്കറിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹമ്രാസ് പുതിയ ചവിട്ടുമെത്ത ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റിയുള്ള തള്ളുകളും വർണ്ണനകളും ഒക്കെ ആയിരുന്നു. ഹമ്രാസിൻ്റെ ചവിട്ടി തള്ളുകൾ എല്ലാം കേട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് അപ്പച്ചിയുടെ വീട്ടിലോട്ട് പോന്നു. അമ്മേ കണ്ടു തെറിച്ച്
മാമൻ ഇന്ന് ഓറഞ്ച് വാങ്ങിക്കൊണ്ട് വന്നു. കുറേ കൊണ്ടുവന്നായിരുന്നു. ഇനി 2-3 എണ്ണം ബാക്കിയുള്ളൂ. ബാക്കി മൊത്തം ഞാൻ തിന്ന് തീർത്ത്. വന്ന് വ്ളോഗിൻ്റെ അവസ്ഥ വളരെ പരിതാപകരം ആയി എന്നാണ് എൻ്റെ ഒരു തോന്നലല്ല, പരിതാപകരമായിട്ടുണ്ട്. പുതിയ റൂമിലോട്ട് ഞാൻ മാറിക്കഴിയുമ്പോൾ അവസ്ഥ ഇമ്പ്രൂവ് ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കാം, ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. പിന്നെ വർണ്ണ വന്നിട്ടുണ്ട്, അത് പറയാൻ മറന്നു. വർണ്ണയുടെ കമ്പനിയിലെ ട്രെയിനിങ്, ഒരാഴ്ചത്തെ ട്രെയിനിങ് ബാംഗ്ലൂരിൽ. അപ്പോൾ വർണ്ണ ഇവിടെ വന്നിട്ടുണ്ട്. നാളെ ഇങ്ങോട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് കബ്ബൺ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നാളത്തെ പരിപാടി അതൊക്കെയാണ്. ഇന്ന് ഇത്രേ ഉള്ളൂ. നാളെ കാണാം. ഓക്കെ, ബൈ.